ഹായ് നമസ്കാരം. ഞാനിന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ 6:10 എല്ലാ ദിവസവും രാവിലെ 6:10 എടുക്കുന്ന പാലക്കാട് തിരുച്ചെന്തൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ്സിലാണ് ഞാൻ കയറാൻ പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലുള്ള സിരുമലൈ എന്നുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അൺറിസർവ്ഡ് കോച്ചുകളാണ്. അപ്പോൾ ഏതെങ്കിലും സീറ്റുള്ളത് നോക്കിയിട്ട് ഏതെങ്കിലും കോച്ചിൽ കയറാം.
ഞാൻ ഡിണ്ടിഗൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ഇവിടുത്തെ ഈ ട്രെയിനിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇതാണ് ദിണ്ടിഗൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. 4-6 പ്ലാറ്റ്ഫോം, ഏകദേശം 6 പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. ഇവിടെ എ സി വെയിറ്റിംഗ് ഹാളൊന്നും വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ സർവീസ് വളരെ മോശമാണ്. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ കാലിയാണ്. ഇപ്പോൾ സമയം 11:20 രാവിലെ. വലിയ തിരക്കില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. മോശമല്ല, നല്ലൊരു വൈബുണ്ട്. വേപ്പ് മരക്കായിട്ട്. ഞാൻ 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക, എക്സിറ്റിലേക്ക്. അവിടെ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് ദിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. ഏതോ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട് ഇവിടെ. നല്ല ആൽമരൊക്കെ ഉണ്ട് 1-ാം പ്ലാറ്റ്ഫോമിൽ. 1-ാം പ്ലാറ്റ്ഫോമിലാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. പിന്നെ ചെറിയൊരു ക്ഷേത്രം, കോവിലുണ്ട്. തമിഴ്നാട്ടിലെ മിക്ക എല്ലാവിധ റെയിൽവേ സ്റ്റേഷനുകളിലും കാണാം ചെറിയ ചെറിയ കോവിൽ. ഇതാണ് തമിഴ്നാടിൻ്റേതായ ഒരു കലാപരമായിട്ടുള്ളൊരു നല്ലൊരു കലാസൃഷ്ടിയാണ്. ഇതാണ് ക്ഷേത്രം. അങ്ങനെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. നല്ല ഇളനീർ കച്ചവടമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ്, സ്റ്റേഷൻ 1 പ്രോഡക്റ്റ് ഇത്തരങ്ങളൊക്കെയാണുള്ളത്. ടിക്കറ്റ് കൗണ്ടർ, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് എന്താ പക്കം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അല്ല, ബസ് സ്റ്റോപ്പ്. ഫുഡ് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളൂ. ഒരു ചായയും ഒരു ബണ്ണും കഴിച്ചു. അണ്ണാ ബസ് സ്റ്റാൻഡുക്ക് എപ്പടി? ബസ് സ്റ്റാൻഡുക്ക് എപ്പടി? ബസ് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെ ദൂരം ഇருக்கு ബസ് സ്റ്റാൻഡുക്ക്? இங்கே வந்திருக்கோ? இங்கே முன்னாடி தானே? ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ ബസ് വരുമെന്നാണ് പറഞ്ഞത്, ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. 1 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. അവിടെ കാഴ്ചകളൊക്കെ കാണാം, വേപ്പുമരങ്ങളും നിറയെ കാണാം. സ്ട്രീറ്റാണ് ഇത്. ഹോട്ടൽ, വലിയ ഹോട്ടലാണ്. റൂംസൊക്കെ ഉണ്ട്. ബാറ് എല്ലാം ഉണ്ട്.
அண்ணா இங்கே துளசி ஹோட்டல் நேரா உள்ள போங்க. பாலத்துக்கு உள்ள போய் லெஃப்ட் சைடுல பாருங்க. நேரா உள்ள போய் பாலம் வர நேரா போனீங்கன்னா பாலத்துக்குள்ள உள்ள நுழைஞ்சு லெஃப்ட் சைடுல பாருங்க. லெஃப்ட் சைடு. சரி. சாப்பிடு. ഓട്ടോക്കാർ വയ്യാതെ വന്നുകൊണ്ടിരിക്കണം. ഓട്ടോ വേണോ ചോദിച്ചു. ഭയങ്കര മാർക്കറ്റിങ്ങാണ്. എല്ലായിടത്തും ടിഫിൻ മുടിഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി തുളസി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അവിടെ പോയി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാം. ഇവിടെ എന്തോ സമരം നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. அப்ப பாத்தீங்கன்னா பெரிய பெரிய மூத்த தோழர்கள் பூராமே அரட்டல் போட்டு வேலை பார்த்துட்டு இருக்காங்க. என்னங்க இப்படி இருக்கீங்க, ஒரு സമയം 11:30 ഈ പാലത്തിൻ്റെ അടിയിലുണ്ടാവുമെന്നാണ് അയാൾ പറഞ്ഞത്. കണ്ണൻ പാലം കെട്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇതൊക്കെ നല്ല പഴയ കെട്ടിടങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു തട്ടുകട കാണുന്നുണ്ട്. ഒന്നും വലിയ വൃത്തി കാണുന്നില്ല. തീരെ ഒരു ഹൈജീനിക്കല്ല. അതും ഇടിഞ്ചുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊറോട്ടൻ്റെ പണിയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ വഴിതെറ്റി. ഞാൻ അവിടുന്ന് വെച്ചപ്പോൾ തിരിച്ച് ബാക്കോട്ട് തന്നെ നടത്തുകയാണ്. അവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞു തുടർന്ന് ഈ പാലത്തിൻ്റെ അറ്റത്തേക്കാണ്. ഇവിടെ വലിയ ചൂട്, വലിയൊരു തമിഴ്നാടിൻ്റേതായ ഒരു ചൂട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ ഒരു ഏകദേശം കാലാവസ്ഥ തന്നെ ഇപ്പോൾ ഉള്ളത് ഇവിടെ ദിണ്ടികളിൽ. അപ്പോൾ കേരളത്തിലിപ്പോൾ മഴയുണ്ട്. ഇവിടെ പിന്നെ മഴ തീരെ ഇല്ല. ഇത്ര ഒരു ചൂടുമില്ല. വലിയ കുഴപ്പമില്ല, നടക്കാവുന്നൊരു പ്രശ്നം ഒന്നുമില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. അറ്റത്ത് കണ്ടെന്നാണ് പറഞ്ഞത് ആ ചേച്ചി. പോയി നോക്കാം. തുളസി റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഫുഡൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ടിഫിനെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രക്ഷയില്ല, ഇവിടെ ഇല്ല. ഇപ്പം സമയം ആയാലും ഇവിടെ എന്തുണ്ടോ ചോദിച്ചു നോക്കാം. സപ്പാട് ഏതാ എടുക്കാം? ലേറ്റ് ആവുതാ? 12 മണിക്ക് മേലെ ആവും. എന്ത് പൊറോട്ട? ചിക്കൻ സുക്ക. ആ ടിഫിൻ മുടിച്ചാച്ച് ഇപ്പം എവിടെയും കിടക്കുതേ ഈ സമയം? മുന്നാടിയാ? അങ്ങ് ഹോട്ടല? ആ ഹോട്ടൽ. അപ്പോൾ അവിടെയും ഇല്ല, എല്ലായിടത്തും കഴിഞ്ഞു. ഇത് വല്ലാത്തൊരു സമയമാണ്. 11 മണിക്ക് ശേഷം ഒന്നും കിട്ടില്ല. ഞാൻ പിന്നെ വെയിറ്റിംഗ് ഹാളിൽ പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11 മണി 11:15 അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായത്. ട്രെയിനും ലേറ്റായല്ലോ. ട്രെയിൻ 9:30 എത്തേണ്ടത് 10 മണിക്ക് എത്തിയത്. പിന്നെ 1 മണിക്കൂർ പിന്നെ അവിടെ AC വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു. അവിടെ പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ലേറ്റായി പോയത്. ഇവിടെ എന്തുണ്ടോ നോക്കാം. അണ്ണാ ഏതാவது சாப்பாடு இருக்கா? சாப்பாடு ஏதாவது பிரியாணி, சிக்கன் பிரியாணி. சிக்கன் பிரியாணி சாப்பாடுதா? இங்கே சாப்பிடு. ഇപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി
എല്ലാം റെഡി ആയിട്ടുണ്ട്. കസ്ബ ബിരിയാണിയാണ്, ഒരു ഫുൾ ബിരിയാണി 50 രൂപ. അത് നോക്കാം. ആ ചിക്കൻ ഇപ്പോൾ രാവിലെ ഫുഡ് തന്നെയാണ് ബിരിയാണി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി. ഇവിടെ പിന്നെ നേരത്തെ ആവും തോന്നുന്നു. 11:30 ഇവിടെ നേരത്തെ ആയതുകൊണ്ട് മറ്റിടത്തൊക്കെ പറഞ്ഞത് ഏകദേശം 12 മണിക്ക് ശേഷമാണ്. ಓಕೆ ರೈಟ್ വെള്ളം തണ്ണി കേരളാവോ ആ കേരള. ചേട്ടാ ബീഫ് ചുക്ക இருக்கு ஈரல் இருக்கு. ആ ബീഫ് ചുക്ക. ഇതിൽ ചിക്കൻ പീസ് കിടക്കുമോ? ചിക്കൻ പീസ് ഇതിൽ കിടക്കുമോ? ചിക്കൻ ലെഗ് പീസ് പീസ് ആ അത് പോകും. ആ വാല് താച്ചട്ടോ താച്ച ഓക്കെ. ചിക്കൻ ലെഗ് പീസ് ബിരിയാണി. ചേട്ടാ കാണിച്ചാ ആ അപ്പോൾ അത് മതി. ലിവറാ വേണ്ട ഇത് പോകും. ഭയങ്കര സ്പൈസിയാണ്. അങ്ങനെ ഞാൻ ഡിണ്ടിഗലിൽ നിന്ന് ബസ് കയറി സിരുമല എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഭയങ്കര തിരക്കായിരുന്നു. സിരുമലയിൽ സീറ്റ് കിട്ടിയില്ല. ഒരു മണിക്കൂറോളം നിന്നിട്ടാണ് ഇപ്പോഴാണ് സീറ്റ് കിട്ടിയത്. സിരുമലയിൽ പഴയൂർ എന്നുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഗസ്ത്യാർപുരം ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ബസ് ഇറങ്ങിയത് ഇവിടെയായിരുന്നു. അഗസ്ത്യാർപുരം ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ബസ് ഇറങ്ങിയത്. നല്ല അടിപൊളി സ്ഥലമാണ്. ചെറിയൊരു പ്രദേശമാണ്. തീരെ വീതിയില്ലാത്ത റോഡും ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിണ്ടിഗൽ ടൗണിൻ്റെ ഹിൽ സ്റ്റേഷനാണ് സിരുമലൈ. അങ്ങോട്ട് മുകളിലേക്ക് പിന്നെ ബസ് അങ്ങോട്ട് നേരെ പോയത് തെന്മലയ്ക്കാണ്. ഏറ്റവും ടോപ്പ് ഹിൽ സ്റ്റേഷൻ അവിടെയാണ്. ഇവിടെ പിന്നെ നമുക്കൊരു വ്യൂ പോയിൻ്റ് കാണാനുണ്ട്. കോവിലിന് ഏറ്റവും മുകളിലൊരു കോവിലുണ്ട്. കോവിലിൻ്റെ മുകളിലേക്ക് കയറും. നല്ലൊരു വ്യൂ പോയിൻ്റ്. അതാ ഈ മലയെ കാണുന്നു. ഈ മല കയറിയിട്ട് ഏറ്റവും മുകളിലെത്താം. ഓക്കെ, നടന്നു പോവാം. பெரிய மலையான கொடைக்கானல் மலையோட பையா செப்பல் கால் இல்லாமல் நடந்து போகணும்ல. இங்கேதான் டபுள் கிடைக்கும். ഇതാണ് കോവിൽ വരുന്നത്. ഇവിടെ ചെറിയൊരു കോവിലുണ്ട്.
പറമ്പാല തേന വാങ്ങിக்கலாம் വാങ്ങ. അങ്ങനെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും മലമുകളിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട് ഈ ബസ്സിൽ വന്നിട്ടുള്ള അങ്ങോട്ട് മലമുകളിലേക്ക് കയറാൻ. ഇതാണ് കോവിൽ വരുന്നത്. അന്നദാനമുണ്ട്. ഇതാണ് കയറ്റം വരുന്നത്. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ശ്വാസം എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. മുകളിലേക്ക് കയറുന്തോറും അറിയാമല്ലോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. രണ്ട് ഭാഗം കാടാണ് വരുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ മുകളിലേക്ക് കയറി. ഇനി ഒരു 15 മിനിറ്റോളം ഉണ്ട് മുകളിലേക്ക് എത്താൻ. ഓക്കെ, അങ്ങനെ മുകളിലെത്തി ഇനിയുണ്ട് കുറച്ചും കൂടി. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ സൈഡിലിരിക്കുകയാണ് പാറകശ്വത്തിൽ. ഇതിന് മുകളിലേക്കാണ് പോകുന്നത്. 2 വടം കൂടി അങ്ങനെ ഞാൻ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട്, പിന്നെ അപ്പുറത്താണ് മെയിൻ ശ്രീകോവിൽ വരുന്നത്. അടിപൊളി വ്യൂ ആണ്. നമുക്ക് കോവിലിൽ നിന്ന് മണി മുഴങ്ങുന്നുണ്ട്, അന്നദാനം നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഏറ്റവും മുകളിലത്തെ വ്യൂ. ഡിണ്ടിഗൽ ടൗൺ നമുക്ക് മുഴുവനായിട്ട് കാണാം. സൂം ചെയ്ത് കാണിച്ചു തരാം. ചുറ്റും മലനിരകളാണ്. അങ്ങനെ ഞാൻ സിരുമലൈ കോവിലിൽ നിന്ന് അഗസ്ത്യപുരം കോവിലിൽ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു മുകളിലേക്ക് കയറി തിരിച്ചു വരാൻ. ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും ഇത്രയും സമയമെടുത്തു. ഇനി ഇവിടെ നിന്ന് 4 മണിക്ക് ഡിണ്ടിഗലിലേക്ക് ബസ്സുണ്ട്. ഇപ്പോൾ സമയം 3:20. അത് ഇവിടെ നിന്നല്ല, കുറച്ചും കൂടി അപ്പുറത്ത് സിരുമലൈ പുതൂർ എന്നുള്ള പറയുന്ന സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടേക്കൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇനി തെന്മലയ്ക്കും ഇവിടുന്ന് തെന്മലയ്ക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണോ അല്ലെ തിരിച്ച് ഡിണ്ടിഗലിലേക്ക് പോകണോ എന്നുള്ളൊരു സംശയത്തിലാണുള്ളത്. എന്തായാലും നോക്കട്ടെ. ഇവിടെ നിന്ന് ഇനി തെന്മലയ്ക്ക് ബസ് 3:50 3:50 പോയിട്ട് പിന്നെ തിരിച്ച് ആ ബസ് 4:30 ഡിണ്ടിഗലിലേക്ക് പോകും. നോക്കട്ടെ ഇവിടുന്ന് ലിഫ്റ്റ് എന്താ കിട്ടുമോ നോക്കട്ടെ. ബൈക്കിൽ ചായ എടുക്കാ ഒരു ചായോ? പഞ്ചസാര കമ്മി, ഷുഗർ കമ്മി.
ഒരു ചീനി കമ്മി ചായ, തമിഴ്നാട് ചായ കുടിക്കട്ടെ. നല്ല അടിപൊളി ചായ. இந்த கையில் ஒன்று இந்த கையில் ஒன்று எலும்போட கிடைக்கும் பாவமாக கிடைக்கும். நானே 2 எலும்பு தூரமாக கிடைக்கும். இது எலும்பு தூரம் சௌரியா மாதிரி இருந்துக்கிட்டு இதுக்கு என்ன சுடக்கு முடிச்சு திரும்ப வந்து കമ്മങ്കൂള് കേപ്പക്കൂള് കളി അത് തിന്ന് നല്ല പാടി வேலைக்கு வந்து அவங்களுக்கு தெரியாது. தெரியா നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ചായ കുടിച്ച് കഥ പറയും. நானே தெரியல. ஊர் பக்கம் வந்து போனால் தானே தெரியும். 20 வருஷத்துக்கு ஒரு மாதம் வந்துட்டு அப்படியே திரும்ப 20 வருஷம் கழிச்சு வந்தா தெரியுமா? உனக்கே தெரியல. അങ്ങനെ ഞാൻ തെന്മല ഏറ്റവും ടോപ്പ്, ഏറ്റവും മുകളിലത്തെ സ്ഥലമാണ് തെന്മല. ഈ ബസ്സിലാണ് ഞാൻ വന്നത്, തമിഴ്നാട് ഗവൺമെൻറ് ബസ്. ഇവിടെയാണ് ഏറ്റവും ഒരു ആൽമരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കോവിലും കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് കുറച്ച് വീടുകളുണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. നല്ല മഴയാണ്, ഇപ്പം അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. നായുണ്ട്. ഇതൊരു അക്കാൻ്റെ വീടാണ്. വീടും ചെറിയൊരു കടയും എല്ലാം കൂടിയാണ്. അത്യാവശ്യം സ്നാക്സ്, കുടിവെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ കണ്ടക്ടറാണ്. നമ്മുടെ ബസ്സിൽ ഞാൻ വന്ന ബസ്സിലെ കണ്ടക്ടറാണ്. നായ എന്നെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ മഴയാണ്, എന്നാലും കുറച്ച് അങ്ങോട്ടൊന്ന് നോക്കാം. വീഡിയോ എടുത്തു. നായ എൻ്റെ വയ്യാലെ തന്നെ വരുന്നുണ്ട്. കാണാം, പക്കാ നാടൻ ഗ്രാമമാണ്. നാട്ടുംപുറമാണ്, പക്കാ നാട്ടുംപുറം. തമിഴ്നാടിൻ്റെ പക്കാ നാട്ടുംപുറം. നായ കുരയ്ക്കുന്നുണ്ട് പുറത്തെ വീട്ടിൽ. മുളയുടെ കമ്പ് കാലിൽ തറച്ചു വീഴാൻ പോയതാണ്, ഭാഗ്യത്തിന് വീണില്ല. യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗർ. ഇതൊരു ചായക്കടയാണോ? ചായക്കടയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചായക്കടയുണ്ട്. മഴ കൂടിയിട്ടുള്ളത്. എന്തായാലും എവിടുന്നെങ്കിലും ഒരു ചായ കുടിക്കാം. സിരുമളൈ സസ്റ്റൈനബിൾ എക്കോ ടൂറിസം. சரி பார்க்கலாம். இதுதான் லாஸ்ட்டா தென்மலை? ഇവിടെ കുറേ കുടിലുകളുണ്ട്. ഇപ്പോൾ ഒരു ബസ് 15 മിനിറ്റ് ഇവിടെ ഹോൾട്ട് ഉണ്ടാവും. 15-20 മിനിറ്റ് ഹോൾട്ട് ഉണ്ടാവുമെന്നാണ് കണ്ടക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോകണം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. ഇവിടെ നിന്നൊരു ചായയും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങാം.
അതാണ് ചെറിയൊരു കോവിൽ. വളരെ ഇടുങ്ങിയൊരു റോഡാണ് ഇങ്ങോട്ടുള്ളത്. ഇത്രയും ഭാഗം വളരെ ഇടുങ്ങിയൊരു റോഡാണ്. ഓപ്പോസിറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല. ഒരു വണ്ടി എന്തായാലും സൈഡ് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്ക് പോകാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് വീടുകളാണെന്ന് തോന്നുന്നു. ഈ വഴിക്കും കുറച്ച് വീടുകളുണ്ട്, മറ്റൊരു വഴിക്കും കുറച്ച് വീടുകളുണ്ട്. ഞാൻ നേരത്തെ പോയ റോഡ് കുറച്ച് ഗാർഡനൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ചെറിയൊരു വാട്ടർ ടാങ്കുണ്ട്, കുടിവെള്ള ശേഖരണം. ശരി, തിരിച്ചു പോവാം. അങ്ങനെ ഞാൻ തിരിച്ച് ഡിണ്ടിഗലിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. ബസ് വളരെ ഇടുങ്ങിയ റോഡിലൂടെ അങ്ങനെ പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങനെ ഇതുപോലെ തന്നെയാണ്, ഇടുങ്ങിയ റോഡ് തന്നെയാണുള്ളത്. ഇനി ഒരു 18 ഹെയർ പിൻ ബെൻഡുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടുന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ പോവാം.